ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇഷ്ടമാത്ര സീരിയലിലെ നാളത്തെ അടിപൊളി എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. അങ്ങനെ രചനയാണെങ്കിൽ ആകെ ടെൻഷനായിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നുണ്ട്. വീട്ടിലേക്ക് എത്തിയ രചന ആകെ ടെൻഷനായിട്ട് അവിടെ നിൽക്കാട്ടോ. ആകാശ് വരുന്നുണ്ട്. ആകാശ് ചോദിക്കണ്ട്, എന്തായി നിന്റെ ഭർത്താവിനെ കാണാൻ പോയിട്ട് ഇത്ര പെട്ടെന്ന് വന്നോ? ഞാൻ വിചാരിച്ചു ഇനിയപ്പോ അവന്റെ കൂടെ നിന്ന് ഇരുന്ന് പാതിരാത്രി ആകുമ്പോൾ എത്തുമായിരിക്കും. ഇപ്പൊ കുറച്ചു ദിവസമായിട്ട് നീ പാതിരാത്രിയാണല്ലോ ഇവിടെ കയറി വരുന്നത്. ആകാശ്, ഞാനൊന്ന് കുറച്ച് സമയം ഒന്ന് ഇരുന്നോട്ടെ, എന്തോ വലിയ പ്രശ്നം ഉണ്ടെന്ന് തോന്നണല്ലോ. നീ വലിയ വലിയ എന്തിനു പുലിവാല് പിടിച്ചിരിക്കുകയാണോ രചന? അല്ല, നിന്റെ പെരുമാറ്റം കാണുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട്, എന്തോ വലിയ സംഭവം തലയിൽ എടുത്തു വെച്ചിടക്കുന്ന പോലത്തെ ഒരു ഫീൽ ഉണ്ട്. സത്യം പറ, ഞാൻ അറിയാതെ നീ എന്തിനും പണി പറ്റിച്ചോ? ഞാനോ? ഞാൻ ആകാശ് അറിയാതെ എന്ത് ചെയ്തെന്നോ ആകാശ് ഉദ്ദേശിക്കണത്? അതെനിക്കെങ്ങനെ അറിയാനാ? പക്ഷെ നീ എന്തൊക്കെയോ എന്നിൽ നിന്ന് മറയ്ക്കുന്നുണ്ട്. കുഴപ്പമില്ല, ഞാൻ കണ്ടുപിടിച്ചോളാം. അഥവാ എനിക്ക് ഗുണമില്ലാത്തതാണ് നീ ചെയ്തെങ്കിൽ ഞാൻ നിന്റെ കൂടെ നിൽക്കില്ല കേട്ടോ. എനിക്ക് ഗുണമുള്ളതാണ് നീ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിന്റെ കൂടെ ഉണ്ടാകും എന്ന് പറഞ്ഞിട്ട് ആകാശ് അവിടെ നിന്ന് പോവാണ്. സുമിത വരുന്നുണ്ട്. എന്താ രചന, നീ ആകെ ടെൻഷനിലാണല്ലോ? സുമി, എനിക്ക് നിന്റെ ഒരു കാര്യം പറയാനുണ്ട്. എന്താ? നീ റൂമിലേക്ക് വാ എന്ന് പറഞ്ഞിട്ട് വാതിൽ ലോക്കിയാണ്. എന്താ എന്താ കാര്യം? ഞാനിന്ന് മഹേഷിനെ കാണാൻ ഹോസ്പിറ്റലിൽ പോയിരുന്നല്ലോ. ഉവ്, അതിനിപ്പോ എന്താ പ്രശ്നം? അവിടെ ഇഷ്യൂതി ഉണ്ടായിരുന്നോ? പ്രശ്നം ഉണ്ടാക്കിയോ? എടി, അതൊന്നും അല്ല പ്രശ്നം. ഞാൻ മഹേഷിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മഹേഷിനെ നമ്മൾ കണ്ടിട്ടൊന്നുമില്ല. മഹേഷ് വണ്ടി ഓടിക്കുന്ന സമയത്ത് പുറകിൽ നമ്മൾ ഉണ്ടോ എന്നുള്ള സംശയം, മഹേഷ് കണ്ടു എന്നൊരു സംശയം നിനക്ക് ഉണ്ടായിരുന്നല്ലോ. അതെന്തായാലും മഹേഷ് കണ്ടില്ലെന്നുള്ള കാര്യം ഉറപ്പാണ് കേട്ടോ. മഹേഷ് അതിനെക്കുറിച്ച് ഒന്നും എന്നോട് ചോദിച്ചില്ല. പ്രാർത്ഥിച്ചതിന് നന്ദി പറയുകയും ചെയ്തു. പക്ഷെ എന്നെ ഇപ്പൊ ടെൻഷൻ ആക്കുന്നത് ആ കാര്യമല്ലേ സുമി. പിന്നെ പിന്നെ എന്ത് കാര്യമാ അത്? ഞാൻ അവിടെ നിൽക്കാൻ പോലീസ് വന്നിരുന്നു. പോലീസോ? എന്തിന്? ഞാൻ ആദ്യം വിചാരിച്ചൊരു ആക്സിഡന്റ് കേസല്ലേ, ജസ്റ്റ് അതിനെക്കുറിച്ച് ചോദിച്ചറിയാൻ വേണ്ടിട്ടാ വന്നേന്ന്. പക്ഷെ അതല്ല, മഹേഷിന് എന്തോ സംശയങ്ങളൊക്കെ തോന്നിയിരിക്കുന്നു. സംശയങ്ങളോ? അതെ, കാരണം ആ കാറ് തലേദിവസം രാത്രി വരെ മഹേഷ് ഓടിച്ചു നോക്കിയതായിരുന്നു. ആ കാറിന് ഒരു കുഴപ്പമുണ്ടായില്ല. ഇഷിതയാണെങ്കിൽ 2 ആഴ്ച മുമ്പ് അതിന് സർവീസ് ചെയ്തത്. പിന്നെ മഹേഷ് കാർ എടുത്തപ്പോ തന്നെ ചെറിയ മിസ്സിങ് ഫീൽ ചെയ്തായിരുന്നു. 1 കിലോമീറ്ററിന് മുമ്പ് തന്നെ വണ്ടി ബ്രേക്ക് പോയെന്ന് മഹേഷ് പോലീസുകാരോട് പറഞ്ഞു. അത് കേൾക്കുന്ന ആ എസ് പറഞ്ഞു. എന്തോ തിലകൻ എന്തോ ആണ്. അയാളെ പറയാണ് മഹേഷിനോട്, അങ്ങനെ 1 കിലോമീറ്ററിനുള്ളിൽ ബ്രേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ആരെങ്കിലും ബ്രേക്ക് കളഞ്ഞതായിരിക്കും എന്ന്. മഹേഷിനോട് ശത്രുക്കൾ ഉണ്ടോന്ന് ചോദിച്ചു. മഹേഷ് ഉണ്ടെന്ന് പറഞ്ഞപ്പോ പോലീസ് പറഞ്ഞത് എന്താണെന്നറിയാവോ? എന്നാൽ മഹേഷിന് ശത്രുക്കളായിരിക്കില്ല, ഇഷിതാ മേഡത്തിനെ കൊല്ലാൻ വേണ്ടി നോക്കിയതായിരിക്കും. ഇഷിതാ മേഡത്തിന്റെ വണ്ടി അല്ലേ എന്നൊക്കെ ചോദിച്ചു. പിന്നെ ആ കാർ ഇപ്പൊ വർക്ക്ഷോപ്പിൽ എത്തിച്ചിരിക്കുക. വർക്ക്ഷോപ്പിൽ പോയിട്ട് സംസാരിക്കും. എന്നിട്ട് ആ വർക്ക്ഷോപ്പിൽ അയാൾ എങ്ങാനും ആ കാറിന്റെ ബ്രേക്ക് കളഞ്ഞതാണെന്ന് എങ്ങാനും പറഞ്ഞു കഴിഞ്ഞാൽ അതോടെ എല്ലാം തീർന്നു. അയ്യോ, അത് പ്രശ്നമാവോലോ. അതെ, ആ വർക്ക്ഷോപ്പിൽ നമുക്ക് എങ്ങനെയെങ്കിലൊക്കെ എത്തണം. എത്തിയതിനു ശേഷം ആ വർക്ക്ഷോപ്പിൽ ആളോട് നമുക്ക് സംസാരിക്കണം. ഇതിന്റെ കാറിന്റെ ബ്രേക്ക് ആരും കളഞ്ഞതല്ല, തനിയെ പൊട്ടിപ്പോയതാണെന്ന് നമുക്ക് എത്ര പണം കൊടുത്തിട്ടാണെങ്കിലും അയാളെ കൊണ്ട് പറയിപ്പിക്കണം. അത് നീ എന്ന് പറഞ്ഞത് നല്ലൊരു ഐഡിയ ആണ്. എങ്കിലും നമുക്ക് അതിനുവേണ്ടി ശ്രമിച്ചാലോ? അല്ല, കാർ അവര് ഏത് വർക്ക്ഷോപ്പിലാണ് കൊടുത്തെന്ന് അറിയാവോ? ആക്സിഡന്റ് നടന്നതിന്റെ അടുത്ത് ഏതെങ്കിലും വർക്ക്ഷോപ്പിലായിരിക്കും സുമി. നമുക്ക് നാളെ രാവിലെ തന്നെ അവിടെ പോയി ഒന്ന് അന്വേഷിക്കാം എന്ന് പറയാണ്. അങ്ങനെ സുമിതയും രചനയും കൂടി ആ വർക്ക്ഷോപ്പിലേക്ക് പോവാട്ടോ. അവിടുത്തെ പുള്ളിനെ കണ്ട് പറയുന്നുണ്ട്, അവിടെ ആ കാറ് കിടക്കുന്നുണ്ട് കേട്ടോ. പറയുന്നുണ്ട്, ഈ കാറ് ഇതിന്റെ ബ്രേക്ക് പോയതാണെന്നൊക്കെ ഒരു സംശയമുണ്ട് ഈ വണ്ടിയുടെ ഓണർക്ക്. അപ്പൊ അതൊന്ന് നോക്കാൻ വേണ്ടി ഞങ്ങൾ നിന്നതാണ്. ഇതിന്റെ ബ്രേക്ക് പോയതൊന്നുമല്ല, ബ്രേക്ക് ആരും അടിച്ചു മാറ്റി കളഞ്ഞതാണ്. വയറ് കട്ട് ചെയ്തിട്ടുണ്ട്, അത് പുറത്ത് നിന്നിട്ടാണ് കട്ട് ചെയ്തേക്കണത്. അങ്ങനെ കട്ട് ചെയ്ത 1 കിലോമീറ്ററിനുള്ളിൽ തന്നെ ആക്സിഡന്റ് സംഭവിക്കും. ആള് മരിച്ചു പോകേണ്ടതാണ്. ഭാഗ്യത്തിന് ആള് മരിച്ചില്ലെന്ന് തോന്നുന്നു. അല്ല, മേഡം എന്താ വന്നത് എന്ന് ചോദിക്കുകയാണ്. അല്ല, ഞാൻ നിങ്ങളുടെ ഒരു സഹായത്തിന് വേണ്ടി വന്നതാണ്. എത്ര പണം വേണമെങ്കിൽ തരാം, നിങ്ങൾ എനിക്കൊരു സഹായം ചെയ്യണം എന്ന് രചന ആ വർക്ക്ഷോപ്പിലെ ആളോട് പറയട്ടെ. അപ്പൊ ആള് ചോദിക്കുന്നുണ്ട്, എന്ത് സഹായമാ ഞാൻ മേഡത്തിന് ചെയ്യേണ്ടത്? അത് ഈ കാറിന്റെ ബ്രേക്ക് തനിയെ പോയതാണെന്നും ബ്രേക്ക് ആരും കളഞ്ഞതല്ലെന്നും പറയണം. ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ചെറിയൊരു മിസ്റ്റേക്ക് കൊണ്ട് സംഭവിച്ചതാണ്. ഞങ്ങളുടെ ഒരു സുഹൃത്തിന് സംഭവിച്ച തെറ്റാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ എത്ര പണം വേണമെങ്കിൽ തരാം. നിങ്ങളുടെ നാവിൽ നിന്ന് ഒരു ഒറ്റ വാക്ക് പോയാൽ മതി, പിന്നെ ഒരിക്കലും ഈ കേസ് അന്വേഷിച്ച് ആരും വരത്തില്ല. ഇത് ഇവിടെ വെച്ച് അവസാനിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഇത് വലിയ ഗുലുമാലാകും. അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളെ സഹായിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് രചനയും സുമിയും കൂടി അയാളെ കാല് പിടിച്ച് സംസാരിക്കാട്ടോ. പക്ഷെ അയാൾ ഇഷിതയുടെ കൂടിയാണ് നിൽക്കുന്നതെന്നാണ് തോന്നുന്നത്. കാരണം വീക്കെൻഡ് പ്രൊമോയിൽ ഇഷിതയുടെ അയാൾ സംസാരിക്കുന്ന ഭാഗം കാണിക്കുന്നുണ്ട്. എന്തായാലും കാറിന്റെ ബ്രേക്ക് പോയതല്ല, അത് കളഞ്ഞതാണെന്ന് പോലീസ് തെളിയിക്കുകയാണ്. അത് മാത്രമല്ല, പോലീസുകാർ ഇഷിതടുത്ത് മഹേഷിനോട് പറയുന്നുണ്ട്, തലേ ദിവസം രാത്രിയിലെ നിങ്ങളുടെ ഫ്ലാറ്റിലെ ഫോട്ടോസ്, അത് CCTV ഫോട്ടേജ് ഒന്ന് പരിശോധിക്കാന്ന് പറയുന്നുണ്ട്. അഥവാ കാർ വർക്ക്ഷോപ്പിലെ ആള് നുണ പറഞ്ഞാൽ പോലും ഈ ഫൂട്ടേജ് പരിശോധിക്കുമ്പോഴേക്കും അതിൽ ആ ഗുണ്ടകൾ വന്നതും കാറിന്റെ ബ്രേക്ക് കട്ട് ചെയ്തതും എല്ലാം തന്നെ CCTV ക്യാമറയിലൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസിന് ഈസി ആയിട്ട് മനസ്സിലാക്കാം അത് ചെയ്തിരിക്കുന്നത് ഗുണ്ടകളാണ്. അവരെ കൊണ്ട്
ആരോ ചെയ്യിപ്പിച്ചതാണ്. പിന്നെ ആ ഗുണ്ടകളെ നമ്മുടെ പോലീസുകാർക്കും അറിയാട്ടോ, അത് അവിടുത്തെ ഏറ്റവും വലിയ ഗുണ്ടകളാണ്. അങ്ങനെ അവരെ പിടിച്ചിട്ട് അവരുടെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴേക്കും അവർ തീർച്ചയായിട്ടും രചനയുടെ പേര് പറയുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും. രചനയുടെ പേര് പറയും ചെയ്യും. പക്ഷെ രചനനെ അവിടെ രക്ഷപ്പെടുത്താൻ മിക്കവാറും ആദ്യം തന്നെയായിരിക്കും വരുന്നുണ്ടാവാം. കാരണം രചന പിടിക്കപ്പെടും ഉറപ്പാണ്. മാത്രമല്ല ഇത് ആദ്യം ഇഷിതയായിരിക്കും അറിയണത് രജനിയാണ് ഇതിന് പിന്നിൽ. ഇഷിതനെ കൊന്നിട്ട് ആ സ്ഥലത്ത് മഹേഷിന്റെ ഭാര്യയായിട്ട് വരാൻ വേണ്ടി രചന ചെയ്തതാണിതെന്നൊക്കെ ഇഷിതക്ക് അറിയാം. പക്ഷേ ഇഷിത ആദിയുടെ ഭാവിയാണ് അവിടെ നോക്കണത്. കാരണം ആദിക്ക് ഡാഡിയും മമ്മിയും വളരെ വലുതാണ്, പക്ഷെ രചന അത്രമാത്രം വലുതാണ് ആദിക്ക്. അവളെങ്ങാനും ജയിലിൽ പോയി കിടന്ന ആദിക്ക് ആകെപ്പാടെ വല്ലാത്ത വിഷമമാകും. അതുകൊണ്ട് തന്നെ ആദിക്ക് വേണ്ടിയിട്ട് ഒരു പ്രാവശ്യം ക്ഷമിക്കാമെന്ന് പോലും ഇഷിത വിചാരിക്കുക തന്നെ ചെയ്യും കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ കേസ് ഒരുപാടൊന്നും പോവാൻ ചാൻസ് ഒന്നുമില്ല. പക്ഷെ രചനയാണ് ഇതിന് പിന്നിൽ എന്നുള്ള കാര്യം എല്ലാവരും കണ്ടുപിടിക്കുക തന്നെ ചെയ്യും. ആദ്യം അറിയും. പക്ഷെ ആദ്യം അറിയുമ്പോൾ ഇഷിത വിചാരിച്ച പോലെയൊന്നുമല്ല. ആദ്യ രചനനെ പൂർണ്ണമായിട്ട് വെറുക്കും. കാരണം തൻ്റെ അമ്മ ഒരാളെ കൊല്ലാൻ പോലും മടിയില്ലാത്ത ഒരാളാണെന്ന് മനസ്സിലാക്കുന്ന ആദി രചനനെ പതിയെ പതിയെ വെറുക്കാൻ തുടങ്ങും. പിന്നെ നമ്മുടെ ആദ്യം തന്നെ മനസ്സിലാക്കും വേറൊരു കാര്യം, രചന ആകാശായിട്ട് അവിഹിത ബന്ധം പുലർത്തിയതിനെ തുടർന്നാണ് മഹേഷ് രചനനെ പുറത്താക്കിയെന്ന്. അത് മാത്രല്ല, ഒന്നും രണ്ടും പ്രാവശ്യം മാത്രല്ല, പലവട്ടം മഹേഷ് കൺമുമ്പിൽ കണ്ടിട്ടുണ്ട് രചനയും ആകാശം തമ്മിൽ വേണ്ടാത്ത ബന്ധമുള്ളത്. പക്ഷെ അവിടെയൊക്കെ തന്നെ തോന്നലായിരിക്കും രചന ഒരിക്കലും അങ്ങനെ ചെയ്യില്ല, അഥവാ ചെയ്ത താൻ ക്ഷമിക്കാം എന്ന രീതിയിൽ ആദ്യത്തെ ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ മഹേഷ് മനഃപൂർവ്വം ഒന്നും കാണാത്ത പോലെയും അല്ലെങ്കിൽ ക്ഷമിക്കാം എന്ന രീതിയിൽ ഞാൻ നിന്നതാണ്. പിന്നീട് മഹേഷ് എല്ലാ സമയത്തും ബെഡ്റൂമിൽ കയറിയ ആകാശിനെ പൊക്കിയപ്പോഴാണ് അവിടെ വെച്ചിട്ടാണ് രചനനെ അടിച്ചു പുറത്താക്കണത് മഹേഷ്. പിന്നെ മാത്രമല്ല രചനയും പറഞ്ഞിട്ടുണ്ടായല്ലോ തനിക്കൊരു കാമുകനുണ്ട്, അയാളുടെ കൂടെ പോണോന്ന്. അങ്ങനെയൊക്കെ തന്നെയാണ് നമ്മുടെ രചനയും മഹേഷും പിരിയാനുള്ള കാരണമെന്ന് ആദ്യം അറിയുമ്പോഴേക്കും ആദിക്കും രചനയെടുത്ത് വെറുപ്പും അറുപ്പൊക്കെ തോന്നും. കുറെ നാൾ കഴിയുമ്പോൾ അങ്ങനെ തന്നെയാണ് കേട്ടോ. ഈ ആദി ഇഷിതയുടെ മഹേഷിന്റെ കൂടെ തന്നെ ചേരുക തന്നെ ചെയ്യും. എന്തായാലും നാളത്തെ എപ്പിസോഡിൽ കാണിക്കാൻ പോണത് ഈ രചനയുടെ ആദ്യം വേവലാതിയും അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനിൽ പോണോ അതോ വർക്ക്ഷോപ്പിൽ പോണോ എന്ന് ഇങ്ങനെ ആലോചിച്ച് നിൽക്കണതും അതിന്റെ പുറകിൽ ആദ്യം ഇങ്ങനെ നടക്കുക. അതായത് ആദിക്കൊരു ഒരു ഇതുണ്ട്, ഒരു തോന്നലുണ്ട് തന്റെ മമ്മിക്ക് എന്തൊക്കെ ഒരു കള്ളത്തരം ഉണ്ടോന്ന് ഒരു ചെറിയൊരു സംശയം ആദിക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആദ്യം ഇതിന്റെ പുറകിൽ ഇറങ്ങിത്തിരിക്കുന്ന ഭാഗവും നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ മഹേഷ് എത്രയും പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോകണമെന്നൊരു ആഗ്രഹം ഡോക്ടറോട് പറയണ്ട. അപ്പൊ ഡോക്ടർ അത് ഇഷിതയെടുത്ത് പറയുന്നുണ്ട്. മഹേഷ് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകണമെന്ന് പറഞ്ഞതിന് കാരണം ആ രചനയാണ്. രചനയുടെ സാമീപ്യം മഹേഷ് ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് മഹേഷ് ഇവിടുന്ന് പോകണമെന്ന് പറയണതൊക്കെ ഇഷിതയെടുത്ത് തുറന്നു പറയുന്ന ഭാഗങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ നാളത്തെ എപ്പിസോഡിൽ എന്തായാലും കാണാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ്. എല്ലാവർക്കും ടേക്ക് കെയർ. ബൈ ബൈ.